വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മുറ്റം നനക്കാനോ ചെടി പറിച്ച് നടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ ഞാൻ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ടിട്ട് നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് നിറച്ച് പൊടിയാണ്. അപ്പോൾ ഫ്രണ്ടിലെ മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ടിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിറച്ച് ചവറായിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് മരങ്ങളൊന്നുമില്ല. ഒരു വലിയ മാവുണ്ട്, പേരയുണ്ട്, വേപ്പുണ്ട്, പിന്നെ ഒരു കൊക്കോ മരമുണ്ട്, ചെമ്മിപ്പുളിയുണ്ട്, കരിനെച്ചിയുണ്ട്, പിന്നെ അമ്പഴങ്ങ മരമുണ്ട്, തെങ്ങുണ്ട്. അത്ര മരങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ പേര ഉണ്ടാന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പേരയുടെ മുകളിൽ ഒരാളിരിക്കുന്നത് കണ്ടത്. കുഞ്ഞുമണി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്ത് താഴെ ഇറക്കണം കേട്ടോ. ഞാനിപ്പോൾ കൊമ്പ് കുലുക്കി കഴിഞ്ഞാൽ താഴെ ഇറങ്ങുമെന്ന് ഓർത്ത്, പക്ഷെ അവളൊരു അനക്കവും ഇല്ലാണ്ടിരിക്കണമായിരുന്നു. പിന്നെ ഞാൻ വിരൽ ചൂണ്ടി കാണിച്ചപ്പോഴത്തേക്കും അത് കൊണ്ട് കളിയായി അവൾ. കൊള്ളാലോ ഈ കളിയെന്നും പറഞ്ഞിരിക്കണം കണ്ടിട്ട്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുള്ള താഴെ ഇറക്കിയാൽ മതി എന്നായിരുന്നു. അപ്പം എൻ്റെ കൂടെ അതേ ജാക്കി ഓടി നടപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഒരു പോർഷൻ വൃത്തിയാക്കി, ഇനി അപ്പുറത്തെ പോർഷനും കൂടി വൃത്തിയാക്കണം. അപ്പോൾ അതേ അമ്മ വലിച്ചെടുത്തവളെ. അപ്പോൾ ഒരു ഹായൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായ് കാണിക്കാൻ കേട്ടോ. പിന്നെ ഇവിടെയാണ് ജാക്കി കിടക്കണേ കേട്ടോ. അവനങ്ങനെ ഇവിടെ തന്നെ അങ്ങനെ കിടപ്പില്ല. അവനെ ഫുൾ ടൈം അഴിച്ചു വിട്ടേക്കണതുകൊണ്ട് അവൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്നോളും. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഏരിയയിൽ പോലും വീട്ടിലില്ലാത്ത ഒരു കാക്കയോ പൂച്ചയോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ വെറുതെ വിടില്ല അതിന്. പിന്നെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒന്നും അവനൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കിടന്നിരുന്ന മുറ്റമാണ് ഇപ്പം ഞാൻ ദാ ഇങ്ങനെയാക്കിയെടുത്തത്. ഇനി ചവറെല്ലാം കൂടി കൂട്ടി അങ്ങ് കത്തിക്കണം. പണ്ടൊക്കെ ചെറുപ്പ് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ അമ്മ കൂട്ടി കത്തിക്കുമ്പോൾ ആ പുകയുടെ ഉള്ളിൽ കൂടെ ഒരു വരവുണ്ടായിരുന്നു. പുതുമഴയാ, അതൊക്കെ ഒരു കാലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിയും പാസ്സാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, സീ യു.